എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാഗ്നറ്റിസം. അത് ഏത് PSC എക്സാം എടുക്കുകയാണെങ്കിലും, അത് IT ലെവൽ ആയിക്കോട്ടെ, ഡിപ്ലോമ ലെവൽ എക്സാം ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, ഇതിൽ നിന്നുള്ള ചോദ്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു അടിപൊളി ടോപ്പിക്കാണ്. എന്തുകൊണ്ട് അടിപൊളി എന്ന് ഞാൻ പറയാൻ കാരണം, നമുക്ക് ഈ ഒരു ടോപ്പിക്ക് വൃത്തിയായി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും തെറ്റുകൂടാതെ മിനിമം സമയത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ 100% പഠിച്ചിട്ട് പോകേണ്ട അങ്ങനെ ഒരു ടോപ്പിക്കാണ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാഗ്നറ്റിസത്തിൻ്റെ ബേസിക്സ് എല്ലാ പരീക്ഷകൾക്കും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഹൈ വെയിറ്റേജ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ചില ഏരിയാസ് മാഗ്നറ്റിസത്തിലുണ്ട്. കാരണം ഇത് കടൽ പോലെ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് മാഗ്നറ്റിസം. അപ്പോൾ നമുക്കൊരു IT ലെവൽ എക്സാമിന് നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് ഉറപ്പായും വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ആ ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെ ഷോർട്ട് കട്ടിലൂടെ മനസ്സിലാക്കി വെക്കാം, അതിന് ചിട്ടയായി നമ്മൾ ഓർഗനൈസ് ചെയ്ത്, ഞാൻ തുടക്കത്തിൽ തന്നെ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും ഒരു ഓർഗനൈസ് ചെയ്ത് വേണം പഠിക്കാൻ, വാരി വലിച്ച് പഠിക്കരുത്. ഈ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഒരു വ്യക്തമായ ഓർഡർ വേണം. അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കാണാതെ പഠിക്കേണ്ട, നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു IT ലെവൽ എക്സാമിന് വരുന്ന, ഇപ്പോൾ മാഗ്നറ്റിസത്തിന് വരുന്ന 10 ചോദ്യം ഉണ്ടെങ്കിൽ 10 ചോദ്യവും നമുക്ക് മിനിമം സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അതൊക്കെ നമുക്ക് ഇങ്ങനത്തെ ടോപ്പിക്സ് നേരത്തെ കൂട്ടി പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് സേവ് ചെയ്യുന്ന സമയം നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഈ മാഗ്നറ്റിസത്തിൽ നമുക്കൊരു IT ലെവൽ എക്സാമിന് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ടാവും. ആദ്യം തന്നെ നോക്കുക, നമുക്ക് ഈ മാഗ്നറ്റിസത്തിൽ ബേസിക് ഡെഫിനിഷൻസ് പഠിക്കണം. കാരണം ബേസിക് ഡെഫിനിഷൻസ് എന്തുകൊണ്ടാണ് പഠിക്കണം എന്ന് പറയുന്നത്, അതായത് ഡെഫിനിഷൻസ് നിങ്ങൾ കാണാതെ അതേപോലെ പഠിക്കണം എന്നല്ല, അത് പേപ്പറിൽ തന്നെ ഉണ്ടാവും, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഡെഫിനിഷൻസ് വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന പല ടേംസും ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് ഒരു വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി ആ ടേംസ്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ടേംസ് അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻസ് മാത്രം അറിഞ്ഞാൽ പോരാ, അതിൻ്റെ യൂണിറ്റ്സ് അറിഞ്ഞിരിക്കണം. ആ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ SI സിസ്റ്റത്തിലെ യൂണിറ്റ് അറിഞ്ഞിരിക്കണം, CGS സിസ്റ്റത്തിലെ യൂണിറ്റ് അറിഞ്ഞിരിക്കണം. എന്തിനാ? റിപ്പീറ്റഡ് ആയിട്ട് ഈ 2 സെറ്റ് ഓഫ് യൂണിറ്റ്സും കേരള PSC IT ലെവൽ എക്സാംസിന് മാറി മാറി ചോദിക്കാറുണ്ട്. ഈ ചിലപ്പോൾ ഡിപ്ലോമ ലെവൽ എക്സാമിനും ഡിഗ്രി ലെവൽ എക്സാമിനും ചോദിക്കാറുണ്ട്. പക്ഷേ ഉറപ്പായും ഇതിൽ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട് വരുന്ന പല ബേസിക് ഡെഫിനിഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ യൂണിറ്റ്സ് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. അത് ഓർത്ത് വെച്ചാൽ മാത്രം പോരാ, ചിലപ്പോൾ SI യൂണിറ്റും CGS സിസ്റ്റത്തിൽ യൂണിറ്റും തമ്മിലുള്ള റിലേഷനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആദ്യമേ പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, താഴേക്ക് പോകാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മാഗ്നറ്റ് ആണ്. അതായത് ഒരു മാഗ്നറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് മാഗ്നറ്റ് എന്നുള്ളത് ഉൾപ്പെടെ ഞാൻ പറയും. മാഗ്നറ്റ് എന്താണ്? കാന്തം അല്ലേ? അപ്പോൾ ടൈപ്സ് ഓഫ് മാഗ്നറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. എഗെയിൻ ഞാനിത് ക്ലാസ്സിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നൊരു ഡൗട്ട് വരും, ഈ ഏരിയ അല്ലെങ്കിൽ ഈ ക്ലാസിഫിക്കേഷനൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, IT ലെവൽ എക്സാമിന് കേരള PSC ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, ഡിപ്ലോമ ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദിക്കുന്നതും IT ലെവൽ എക്സാംസിനാണെന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ഇനി മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ടിന്റെ, അതായത് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാവുന്ന ഒരു മാഗ്നറ്റിക് എഫക്ട്, അതിന് ചുറ്റും ഉണ്ടാവുന്ന കാന്തിക മണ്ഡലം എങ്ങനെയാണെന്നുള്ളത്, അങ്ങനത്തെ ചോദ്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് പല കോൺഫിഗറേഷൻസിലുള്ള കണ്ടക്ടേഴ്സിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ഥിരമായി ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിസം എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് സ്ഥിരമായ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു 20% ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് 10 ചോദ്യം ഉണ്ടെങ്കിൽ 2 ചോദ്യമെങ്കിലും ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനാണ്. പല കുട്ടികളും ആദ്യം തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് പഠിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, കാരണം ഈ എന്തിൻ്റെ ബേസിസിലാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബേസിക് ടേംസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വാണ്ടിറ്റീസും ആ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞാൽ മാത്രമേ വ്യക്തമായി നമുക്ക് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റൂ. സിമ്പിൾ കാര്യമാണ്, കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഈ ക്ലാസിഫിക്കേഷൻ അറിയണമെങ്കിൽ ഈ ബേസിക്സ് ക്ലിയർ ആയിരിക്കണം. ഇനി മാഗ്നറ്റിസം റൂൾസ്, പലതരത്തിലുള്ള റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പല റൂൾസും നമുക്ക് പഠിക്കാനുണ്ട്. ആ റൂൾസ് നമുക്ക് IT ലെവൽ എക്സാംസിന് അതേപടി ചോദിക്കാറുണ്ട്. പക്ഷേ ഡിഗ്രി ലെവൽ ഡിപ്ലോമ ലെവൽ എക്സാംസിനാണെങ്കിൽ ഈ റൂൾസ് വ്യക്തമായി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പല കാര്യങ്ങളും മെഷീൻസിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതും നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ബേസിക് ലെവലിലുള്ള റൂൾസ് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട് എന്നുള്ളത് ഒരു സർക്യൂട്ട് എന്ന രീതിയിൽ തന്നെ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അതിൽ വരുന്ന പല ടേംസ്, അതിൽ വരുന്ന പല ക്വാണ്ടിറ്റീസ്,
അതിന്റെ യൂണിറ്റ്സ്, അത് ഒരിക്കൽ മാഗ്നറ്റിക് സർക്യൂട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതും ഇലക്ട്രിക് സർക്യൂട്ടുമായി എങ്ങനെയാണ് അനലോഗസ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ള ഒരു ക്വാണ്ടിറ്റിക്ക് അനലോഗസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്താണ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ ഇത്രയും ലെവലിൽ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ചോദ്യം വന്നാലും വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആദ്യം തന്നെ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് മാഗ്നറ്റ്. മാഗ്നറ്റ് എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ അറിയാം. എന്താണ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ കാന്തം അല്ലെ. എന്താണ് മാഗ്നറ്റ്, അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കിയാലോ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കിയാലോ. നോക്കാം. വാട്ട് ഈസ് മാഗ്നറ്റ്? ആൻ ഓബ്ജെക്ട് വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു ഒബ്ജക്റ്റിന് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ, ആ വസ്തുവിനെ നമുക്ക് മാഗ്നറ്റ് എന്ന് പറയാം. അതായത് ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് മാഗ്നറ്റ് എന്ന് പറയാം. എന്താണ്? കാന്തിക മണ്ഡലം സൃഷ്ടിക്കുവാൻ കഴിവുള്ള വസ്തുവിനെ കാന്തം എന്ന് പറയുന്നു. കാന്തം തന്നെയാണ് എന്ത്? മാഗ്നറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു വസ്തുവിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടെങ്കിൽ ആ വസ്തുവിനെ നമുക്ക് മാഗ്നറ്റ് എന്ന് പറയാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമുക്ക് ടൈപ്സ് ഓഫ് മാഗ്നറ്റ് എന്താണെന്ന് അറിയിക്കണം. പല തരത്തിലുള്ള മാഗ്നറ്റ് ഉണ്ട് അല്ലെ. ഒന്ന്, നമ്മൾ നാച്ചുറലി തന്നെ നേച്ചറിൽ നമ്മുടെ ചുറ്റും നമ്മുടെ ഭൂമിയിൽ തന്നെ നമുക്ക് നാച്ചുറൽ മാഗ്നറ്റ്. എന്താണ് നാച്ചുറൽ മാഗ്നറ്റ്? ഞാൻ പേര് പറയുന്നത് പോലെ തന്നെ അത് ഭൂമിയിൽ അതിന് നമുക്ക് കണ്ടുകിട്ടുന്ന അതേ അവസ്ഥയിൽ തന്നെ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. അതായത് ഭൂമിയിൽ അതിന്റെ തനതായ രൂപത്തിൽ നമുക്ക് കിട്ടുമ്പോൾ തന്നെ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. അതായത് അത് ഒരു കാന്തമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, കാന്തമായിട്ട് അത് ബിഹേവ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതിന്റെ തനതായ രൂപത്തിൽ തന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോഴോ ഭൂമിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതിന് ചുറ്റും എന്തുണ്ട്? കാന്തിക മണ്ഡലം ഉണ്ട്. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഈ നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് ഉണ്ടോ? ഇതൊക്കെ പഠിക്കണോ? ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നാച്ചുറൽ മാഗ്നറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പഠിക്കണ്ടേ. ഇനി അത് മാത്രം പഠിച്ചാൽ മതിയോ? അത് ഏതൊക്കെയാണ്, അതിൻ്റെ ഏതൊക്കെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ അങ്ങനെ നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്, അതും ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ മാഗ്നറ്റ്. നാച്ചുറൽ മാഗ്നറ്റ് എന്താണ്? ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന അതേ രൂപത്തിൽ തന്നെ അതിനെന്തുണ്ടാവും? അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, പലപ്പോഴും നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളും അതേപടി ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ അതിലുള്ള മാഗ്നറ്റിസം അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം എന്തായിരിക്കും? അത്ര സ്ട്രോങ് ഒന്നും ആയിരിക്കില്ല അല്ലെ. നമുക്ക് നമ്മുടെ പല ആപ്ലിക്കേഷൻസിനും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് വേണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കും അല്ലെ. അപ്പോൾ സ്വന്തമായി നമ്മൾ ഒന്നിലധികം വസ്തുക്കളെ മിക്സ് ചെയ്തുകൊണ്ട്, അതായത് ഒന്നിലധികം എലമെന്റ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന മാഗ്നറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താണ്? മാൻമെയ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ പല ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിനും നമ്മൾ ചുറ്റുമുള്ള പല ആപ്ലിക്കേഷൻ നമ്മൾ കാണുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മാഗ്നറ്റ് ആണ്. അതെങ്ങനെ? അങ്ങനെ ഒന്നിലധികം മെറ്റീരിയൽസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാഗ്നറ്റിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? അത് ഏതൊക്കെ വസ്തുക്കളാണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി ഇതൊന്നും കൂടാതെ നമ്മൾ അല്ലാതെ ഒരു മാഗ്നറ്റ് ഉണ്ടാക്കാറുണ്ട്. അതായത് കറണ്ട് ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു കോപ്പർ വയർ എടുക്കാമെന്ന് വിചാരിക്കാം. ആ കോപ്പർ വയറിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുന്നുണ്ട്. അതും നമുക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ കറണ്ട് കൂട്ടി വിടുകയാണ്, കൂടുതൽ വയറുകൾ ചുറ്റി വെക്കുകയാണ്, അതിനനുസരിച്ച് നമുക്ക് കാന്തിക മണ്ഡലത്തിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. മാത്രമല്ല, സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ കറണ്ട് നമ്മൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാന്തിക മണ്ഡലം അവിടെ നിന്ന് ഡിസപ്പിയർ ആവുകയും ചെയ്യും. അതിനാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിലധികം എലമെന്റ്സിനെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ കറണ്ടിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാക്കാം. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. ഇതൊന്നും നിങ്ങൾ എഴുതണ്ട, ഞാൻ എല്ലാ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറണ്ട് കാരണം ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടത്തി വിട്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇത് ബേസ്ഡ് ആണോ ആ മാഗ്നറ്റിസത്തിന്റെ ഒറിജിൻ, അതായത് മാഗ്നറ്റിസത്തിന്റെ ഉറവിടത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ടൈപ്സ് ഓഫ് മാഗ്നറ്റ് ആണ് നാച്ചുറൽ മാഗ്നറ്റ്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് നോക്കിയേ, ഇതാണോ ടൈപ്സ് ഓഫ് മാഗ്നറ്റ്? നാച്ചുറൽ മാഗ്നറ്റ്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നാച്ചുറൽ മാഗ്നറ്റിൽ നിന്ന് തന്നെ നമുക്ക് കളി തുടങ്ങാം. എന്താണ് നാച്ചുറൽ മാഗ്നറ്റ്? നാച്ചുറൽ മാഗ്നറ്റ് ഞാൻ പറഞ്ഞു, ഭൂമിയിൽ അവയെ നമുക്ക് കിട്ടുന്ന അതേ രൂപത്തിൽ തന്നെ നമുക്ക് അതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു കാന്തിക മണ്ഡലം എക്സ്പീരിയൻസ് ചെയ്യും. അതിൻ്റെ അടുത്ത് നമ്മൾ ഒരു ആണിയായിട്ട് പോവുകയാണെങ്കിൽ അതെന്ത് ചെയ്യും?
അട്രാക്ട് ചെയ്യും. അങ്ങനത്തെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. PSCക്ക് ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പേരാണ് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് നാച്ചുറൽ മാഗ്നറ്റ്. ആൻസർ എന്താണ്? ലോഡ് സ്റ്റോൺസ് എന്ന് പറയുന്ന മാഗ്നറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ് എന്താണ്? അയണിന്റെ, നമ്മളെ ഇരുമ്പിന്റെ ഒരു ഓർ ആണ് എന്ത് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത്. മാഗ്നറ്റൈറ്റ് ഈസ് വൺ ഓഫ് ദി ഓക്സൈഡ്സ് ഓഫ് അയൺ. അത് നമുക്ക് ഭൂമിയിൽ കിട്ടുന്ന അതേ രൂപത്തിൽ തന്നെ എന്താണ്, നമുക്ക് അതിനൊരു ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയാം. ഇതിന്റെ പേരെന്ന് പറയുന്നത് ലോഡ് സ്റ്റോൺസ് ആണ്. ഇതേ പേര് തന്നെ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതെന്താണ്? മാഗ്നറ്റൈറ്റ് ആണ്. ഇറ്റ് ഇസ് എ നാച്ചുറലി ഒക്കറിംഗ് മാഗ്നറ്റൈസ്ഡ് പീസ് ഓഫ് അയൺ ഓർ. ക്ലിയർ ആണോ? ആണോ? ഇതിനെ കോൾഡ് സ്റ്റോൺ എന്നും ലീഡിംഗ് സ്റ്റോൺ എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ പേര് വന്നത്? കാരണം പണ്ട് കാലങ്ങളിൽ, അതായത് വളരെ പണ്ട്, നമ്മൾ ഈ ഒരു ഡയറക്ഷൻ, ഈ കടലിലൊക്കെ പോകുന്ന ആൾക്കാർ ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്, അതായത് ദിശ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ആണ് എന്ത്? ലോഡ് സ്റ്റോൺ. അന്ന് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഒക്കെ ഉണ്ടോ? അതൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മുടെ ഉണ്ടോ? ഇല്ല. അന്ന് നാച്ചുറലി കിട്ടി ഈ മാഗ്നറ്റ് വെച്ച് തന്നെയാണ് എന്ത് അവർ ദിശ കണ്ടുപിടിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കോൾഡ് സ്റ്റോൺ എന്നോ ലീഡിംഗ് സ്റ്റോൺ എന്നോ നയിക്കുന്ന സ്റ്റോൺ എന്നോ പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി ഇതിന് തന്നെ നമുക്ക് വേറൊരു ഇതിലും പറയാം. അതാ കണ്ടോ, ഇതിലിപ്പോ എന്താ കണ്ടോ, ഇത് നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ ആ ഒരു ലോഡ് സ്റ്റോൺ വയ്ക്കുകയാണെങ്കിൽ ആ ലോഡ് സ്റ്റോണിന് ചുറ്റും ഈ പറയുന്ന അയൺ പീസ് വന്ന് അട്രാക്ട് ചെയ്യുന്നുണ്ടോ? ഇത് ആക്ച്വലി ഒരു ലോഡ് സ്റ്റോണിന്റെ പിക്ചർ ആണ്. അതിൽ അയൺ പീസസ് വന്ന് അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയില്ലേ? ഇമാജിൻ ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ഇത് അതിന്റെ തനതായ രൂപത്തിൽ തന്നെ നമുക്ക് അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണ്? ലോഡ് സ്റ്റോൺ ആണ്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി ഇത് ഈ ഷേപ്പിൽ നമുക്കൊരു കല്ലിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. മറ്റേ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാഗ്നറ്റ്, അതായത് ഒന്നിലധികം എലമെന്റ്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാഗ്നറ്റ് ആണ് എന്ത്? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. ആ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം അല്ലെ. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷേപ്പാണ് എന്ത്? ബാർ മാഗ്നറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. നോട്ട്സ് നമ്മൾ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ നമ്മുടെ സയൻസ് ലാബിൽ, ഫിസിക്സ് ലാബിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. പിന്നെ നമ്മൾ അല്ലാതെ തന്നെ നമ്മുടെ മാഗ്നറ്റ്സ് നമ്മൾ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റുകളാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കിയെടുക്കാം. നോക്കുക, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഷേപ്പിൽ വരുന്നതിനെയാണ് ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്, റിംഗ് മാഗ്നറ്റ് എന്ന് പറയുന്നത്, ഹോർഷൂ മാഗ്നറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഹോർഷൂ മാഗ്നറ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് നീഡിൽ, കോമ്പസിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ, ഡിസ്ക് മാഗ്നറ്റ്, അങ്ങനെ ഏത് ഷേപ്പിൽ വേണം. ഇതൊന്നും അല്ല, ഇത് നമുക്ക് ഈ പറയുന്ന പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഷേപ്പുകളാണ്. നമുക്ക് ഒരുപാട് ഷേപ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആവശ്യത്തിനനുസരണം നമുക്ക് ഇതിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, നമ്മൾ ഒന്നിലധികം എലമെന്റ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന മാഗ്നറ്റ് ആണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. അതിന് പല ഷേപ്പുകളുണ്ട്. എന്തിനാണ് ഈ ഷേപ്പ് ഒക്കെ പഠിപ്പിക്കുന്നത്? ചോദിച്ചിട്ടുണ്ട് കുട്ടികളെ. അതായത് പലതവണ പല ആവർത്തി ഈ പറയുന്ന ഇതിൽ ഏതാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിന്റെ ഷേപ്പ് എന്ന് ചോദിക്കാറുണ്ട്. സിമ്പിൾ ക്വസ്റ്റൻ IT ലെവൽ എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത്, ഈ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പറയുന്ന കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ഉണ്ട്. അതായത് ഏതൊക്കെ വസ്തുക്കൾ കമ്പൈൻ ചെയ്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിൽ നിങ്ങൾ ഇതെല്ലാം ഒന്നും പഠിച്ചില്ലെങ്കിലും ഞാൻ ഈ ഓറഞ്ചിൽ കാണിച്ചിരിക്കുന്ന ഈ 4 എണ്ണം എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അതിൽ ഏറ്റവും സ്ട്രോങ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് നിയോഡൈമിയം അയൺ ബോറോൺ. അതായത് നിയോഡൈമിയം മാഗ്നറ്റ് എന്ന് പൊതുവേ പറയപ്പെടും. നിങ്ങൾക്ക് ഒന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഫിഗർ കിട്ടും. ആമസോണിൽ വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക് നിയോഡൈമിയം മാഗ്നറ്റ്, സെമേറിയം കൊബോൾട്ട്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുന്ന എലമെന്റ്സ് ഏതാണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും. പക്ഷേ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, അയൺ, കൊബോൾട്ട്, നിക്കലുമായി ബന്ധപ്പെട്ട് വരുന്ന പല എലമെന്റ്സിനും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫേമസ് ആയിട്ട് കേട്ടിരിക്കാൻ സാധ്യതയുള്ളൊരു അലോയ് ആണെന്ത്? അൽ നിക്കോ. അലുമിനിയം, നിക്കൽ, കൊബോൾട്ട് എല്ലാം അടങ്ങുന്ന ഒരു ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉള്ളതാണ് അൽ നിക്കോ. ALNICO. നിങ്ങൾ വേറെ ഒന്നും പഠിക്കേണ്ട. അലുമിനിയത്തിന്റെ AL, നിക്കലിന്റെ NI, കൊബോൾട്ടിന്റെ CO. അൽ നിക്കോ എന്ന് പറയുന്ന അലോയ് അതെന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ്, സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റ് ആണ്. അഗൈൻ ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന നിയോഡൈമിയം, സെമേറിയം, കൊബോൾട്ടും കുറെ കൂടി സ്ട്രോങ് ആപ്ലിക്കേഷൻ, പെർമനന്റ് മാഗ്നറ്റ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പലയിടത്തും യൂസ് ചെയ്യുന്ന ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉള്ള മാഗ്നറ്റ് ആണ് നിയോഡൈമിയം അയൺ ബോറോൺ, അല്ലെങ്കിൽ നിയോഡൈമിയം മാഗ്നറ്റ് എന്ന് വായിച്ചാൽ വേണമെങ്കിലും പറയാം. സെമേറിയം കൊബോൾട്ട് എന്ന് പറയാം. സെമേറിയം കൊബോൾട്ട് എന്ന് പറയാം. ഇനി വേറൊരു ഇത് കണ്ടോ, അയൺ, കൊബോൾട്ട്, നിക്കൽ അലോയ്സ് ഒക്കെ പലപ്പോഴും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് അയൺ, കൊബോൾട്ട്, നിക്കലിന്റെ അലോയ്സ് ആണ്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഇത് ഒരിക്കലും വിട്ട് കളയരുത്. ഞാൻ പറഞ്ഞു ഈ ഇത്രയും പേരെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഫെറൈറ്റ് എന്നൊക്കെ, സ്ട്രോങ്ഷിയം ഫെറൈറ്റ്, മാംഗനീസ് സിങ്ക് ഫെറൈറ്റ്, അതുപോലെ തന്നെ നിക്കൽ സിങ്ക് ഫെറൈറ്റ്, നാനോ കോമ്പോസിറ്റ് മാഗ്നറ്റ്സ്, അതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പലതരത്തിലുള്ള കോമ്പോസിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരുപാട് സ്പെഷ്യൽ
മെഷീൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാൻ, സ്ട്രെങ്ത് കിട്ടാനായിട്ടൊക്കെ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട്. എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഇത്രയും എണ്ണം ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക ഇത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും എക്സാമ്പിൾ തന്നത്. അതിൽ തന്നെ ഉറപ്പായി നിങ്ങൾ പഠിക്കേണ്ടതാണ് ഈ ഇത്രയും തന്നിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കേട്ടോ. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ ഓൾ മെയ്ഡ് ബൈ കമ്പൈനിങ് ഡിഫറെന്റ് എലമെന്റ്സ് ടു അച്ചീവ് സ്പെസിഫിക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻസ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്താണ്? ആർ ഓൾ മെയ്ഡ് ബൈ കമ്പൈനിങ് ഡിഫറെന്റ് എലമെന്റ്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് എന്താണ് ടു അച്ചീവ് സ്പെസിഫിക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ചിലതിന് സ്ട്രെങ്ത് കൂടുതൽ വേണമായിരിക്കും, എഡി കറന്റ് ലോസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ലോസസ് കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ അങ്ങനെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതൊന്നും നമ്മളിവിടെ IT ലെവൽ എക്സാമിന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ നമുക്ക് ആവശ്യമനുസരിച്ച് പ്രോപ്പർട്ടീസ് കിട്ടത്തക്ക രീതിയിൽ ഒരു മാഗ്നറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഒന്നിലധികം എലമെന്റ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻസ്, പല പല ആപ്ലിക്കേഷൻസിന് വേണ്ടി. പോയിന്റ് ക്ലിയർ ആണോ? ഇത്രയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്? ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട്, അത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടാവും. ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ആ കാന്തിക മണ്ഡലം ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കോളിംഗ് ബെൽ. അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. നമ്മൾ പ്രസ് ചെയ്യുമ്പോഴായിരിക്കും അതിൽ കൂടി കറണ്ട് പോവുക. അതിനനുസരിച്ചായിരിക്കും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുക. അതനുസരിച്ചായിരിക്കും അതൊരു സൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സൗണ്ട് എനർജി ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമ്പിൾ ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ പറയാൻ പറ്റുന്നത് എന്താണ്? ഈ പറയുന്ന ഒരു കോളിംഗ് ബെല്ലാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കോളിംഗ് ബെല്ലില്ലേ, അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇതുവരെ പറഞ്ഞ ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഞാൻ ഇവിടെ ഒന്ന് ടേബിൾ ആയിട്ട് കാണിച്ചു തരാം. കണ്ടോ, ആദ്യം പറഞ്ഞ എന്താണ്? നാച്ചുറൽ മാഗ്നറ്റ്സ് ദാറ്റ് ഒക്കർ നാച്ചുറലി in nature. എക്സാമ്പിൾ എന്താണ്? ലോഡ് സ്റ്റോൺ, നാച്ചുറലി മാഗ്നറ്റൈസ്ഡ് അയൺ ഓർ. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല അല്ലെ, നമ്മൾ ഭൂമിയിൽ നിന്ന് എടുക്കുന്നതാണ്, പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. ഇനി ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആർ ഓൾ മെയ്ഡ് ബൈ കമ്പൈനിങ് ഡിഫറെന്റ് എലമെന്റ്സ് ടു അച്ചീവ് സ്പെസിഫിക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. പല ഷേപ്പിൽ നമുക്ക് എടുക്കാം. ബാർ മാഗ്നറ്റ്, ഹോർഷൂ മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ്. ഈ റിംഗ് മാഗ്നറ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ സ്പീക്കറിന്റെ ബാക്കിലേക്ക് ഇരിക്കുന്ന റിംഗ് മാഗ്നറ്റ്, സിലിണ്ടറിക്കൽ മാഗ്നറ്റ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ഷേപ്പിലോ ഏത് സൈസിലോ ഏത് പ്രോപ്പർട്ടിക്ക് അനുസരിച്ചോ, അതായത് വേണ്ട പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റ്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ എ കോയിൽ വൗണ്ട് ഓൺ എ മാഗ്നറ്റിക് കോർ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. അതായത് ഒരു കോറിന് ചുറ്റും ഒരു വയർ ചുറ്റിയിട്ട് അതിൽ കൂടി കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ കോർ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് അതിന് ചുറ്റുമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വയർ ചുറ്റുന്നത്. ആ കോർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കോർ വരുന്നതിനനുസരിച്ച് മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാനൊക്കെ നമുക്ക് സാധിക്കും. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ പഠിക്കും, ഇപ്പോൾ വേണ്ട. അപ്പോൾ അതാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റും ഇതിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവന്മാർക്ക് എപ്പോഴും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റും ഉണ്ടാകും. കാലക്രമേണ എല്ലാത്തിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയുന്നുണ്ടാവും. അതിന് ഏജിങ് എന്ന് പറയും അല്ലെ. പ്രായമാവും തോറും എന്ത് പറ്റും? ഈ മാഗ്നറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു മാഗ്നറ്റ് തറയിൽ വീണ് കഴിഞ്ഞാൽ, പല ഫിസിക്കലി ആയിട്ടുള്ള താഴെ വീണ് കഴിഞ്ഞാലൊക്കെ എന്ത് പറ്റും? ഇതിന്റെ സ്ട്രെങ്ത് കുറയും. ഇനി ഞാൻ പറഞ്ഞു വന്നത്, ഈ നാച്ചുറൽ മാഗ്നറ്റ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണെങ്കിലും അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം എപ്പോഴും ഉണ്ടാകും. ബ്രാക്കറ്റിൽ ഞാൻ പറയുകയാണ്, കാലക്രമേണ എല്ലാത്തിന്റെയും മാഗ്നറ്റിക് സ്ട്രെങ്ത് കുറയും. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്? സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേ എന്ത് വരുള്ളൂ? അതിന് ചുറ്റും, അല്ലെങ്കിൽ ഈ ഇതിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിൽ ചുറ്റും ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അത് കാരണം ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സ്വിച്ച് ഓഫ് ചെയ്താൽ കറണ്ട് ഇല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റും ഇതും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണ്? ഇവന് കറണ്ട് കൊടുക്കുമ്പോൾ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഇവൻ ഈ പറയുന്നത് അതിന്റെ അകത്തുള്ള പ്രോപ്പർട്ടി കാരണം, അതിന്റെ അകത്തുള്ള എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അത് എപ്പോഴും ഉണ്ടാകും. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് വീണ്ടും കുറച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ. ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ടാവും കേട്ടോ. നോക്കാം, കണ്ടോ, ടൈപ്സ് ഓഫ് മാഗ്നറ്റ് നമുക്ക് ബേസ്ഡ് ഓൺ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെ ആസ്പദമാക്കി നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നതാണ് എന്ത്? നാച്ചുറൽ മാഗ്നറ്റും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റും. ഇനി ബേസ്ഡ് ഓൺ മാഗ്നറ്റിക് ബിഹേവിയർ, അതായത് പെർമനന്റ് മാഗ്നറ്റ് ആണോ, ടെമ്പററി മാഗ്നറ്റ് ആണോ, ഇലക്ട്രോ മാഗ്നറ്റ് ആണോ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. പെർമനന്റ് മാഗ്നറ്റ് പറഞ്ഞാൽ അത് മാഗ്നറ്റിസം എപ്പോഴും അതിൽ തന്നെ ഉണ്ടാവും. ടെമ്പററി മാഗ്നറ്റ് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ആ മാഗ്നറ്റിസം നമുക്ക് മാറ്റാൻ പറ്റും. തൽക്കാലം ആ ലെവലിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ സോഫ്റ്റ് എന്നൊക്കെ പറയും, സോഫ്റ്റ് മാഗ്നറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ. ഇനി ഇലക്ട്രോ മാഗ്നറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു 2 മാർക്ക് അല്ലെങ്കിൽ ഒരു 20% ക്വസ്റ്റ്യൻസ് പലപ്പോഴായി എക്സാമിന് വരുന്നത് ഏതാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. അത് പക്ഷേ പഠിക്കാറായിട്ടില്ല നമ്മൾ. കാരണം അത് പഠിക്കണമെങ്കിൽ നമുക്ക് കുറെ കൂടി ടേംസ് മനസ്സിലാക്കണം. അത് എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, ആന്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽ, അങ്ങനത്തെ പല ടേംസ് അല്ലെങ്കിൽ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ പഠിക്കാറായിട്ടില്ല. കുറച്ചുകൂടി ടേംസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടേക്ക് വരാം. അതിൽ ഇപ്പോൾ ഒരു മെറ്റീരിയൽ തന്നിട്ട് ഓക്സിജൻ അല്ലെങ്കിൽ അയൺ
ഇതിൽ പാരാമാഗ്നറ്റ് ആണോ അല്ലെ അലുമിനിയം പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അലുമിനിയം പാരാമാഗ്നറ്റ് ആണോ, ഫെറോ മാഗ്നറ്റിക് ആണോ, ഫെറി മാഗ്നറ്റിക് ആണോ, ആന്റി ഫെറോ മാഗ്നറ്റിക് ആണോ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും. അപ്പോൾ അത് വെറുതെ കാണാതെ പഠിച്ചു പോകേണ്ട ഒരു ആവശ്യമില്ല. അത് എങ്ങനെ വ്യക്തമായി കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അതിലുള്ള 1-2 ടേംസ് വെച്ചിട്ട് നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാന്നുള്ളത് ഞാൻ വഴിയെ പറയുന്നുണ്ടാവും. നമുക്ക് അതിലേക്കൊക്കെ പിന്നെ വരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ഇത്രയും പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും എന്തിനൊക്കെയാണ് പറഞ്ഞത്. നോക്കാം. കേരള PSC 2021 ഇലക്ട്രീഷ്യൻ ചോദിച്ച ചോദ്യമാണ്. ദ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ മാഗ്നറ്റ് ഇസ്, അതായത് ഈ തന്നിരിക്കുന്നതിൽ നാച്ചുറൽ മാഗ്നറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു PSC എക്സാം ആയിക്കോട്ടെ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിക്കും, നമുക്ക് എക്സാമിന് നമ്മൾ ഇതിൽ ചോദ്യത്തിന്റെ ആൻസർ അറിയാം എങ്കിൽ അത് മാത്രം ടെക്ക് ചെയ്യുക, വേറെ ഓപ്ഷൻസ് നോക്ക് പോലും വേണ്ടാന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിൽ പോകാം. കുറവായിട്ട് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഓപ്ഷൻ തന്നെ ടെക്ക് ചെയ്യുക, അടുത്തേക്ക് പോവുക. പക്ഷെ പഠിക്കുമ്പോൾ ആ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഒന്ന് നോക്കിയേക്കണം. കാരണം ഈ ഓപ്ഷൻ ചിലപ്പോൾ ഇതിൽ ഒരു കറക്റ്റ് ആൻസറേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ തന്നിരിക്കുന്ന മറ്റ് ഓപ്ഷൻസ് വേറെ ഏതെങ്കിലും ചോദ്യത്തിന്റെ ഒരു ആൻസർ ആയിരിക്കും. അതും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ മാഗ്നറ്റ്. ഞാൻ ആദ്യം എയിലേക്ക് വന്നു. അൾനിക്കോ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞോളൂ, ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. എന്താണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് നമ്മളൊന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതെന്താണ്? ഇറ്റ് ഈസ് എൻ അലോയ് ഓഫ് അലുമിനിയം, നിക്കൽ, കൊബോൾട്ട്. അപ്പോൾ അൽനിക്കോ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ്. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അലോയ് ഓഫ് അലുമിനിയം, നിക്കൽ, കൊബോൾട്ട് ആണ്. അതായത് നാച്ചുറൽ മാഗ്നറ്റ് അല്ല. ഇലക്ട്രോ മാഗ്നറ്റ് നാച്ചുറൽ മാഗ്നറ്റ് ആണോ? അല്ല. ഇലക്ട്രോ മാഗ്നറ്റ് എന്താണെന്ന് പക്ഷേ നമ്മൾ പഠിച്ചു അല്ലേ? അതും അല്ല. ഇവിടെ അതല്ല. ഇനി നിക്കൽ അയൺ എന്ന് തീർച്ചയായിട്ടും ഒരു അലോയ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതുമല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നാച്ചുറൽ മാഗ്നറ്റ് ഏതെന്നാണ്. നാച്ചുറൽ മാഗ്നറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോഡ് സ്റ്റോൺ ആണ് നാച്ചുറൽ മാഗ്നറ്റ്. അത് എന്താണ്? മാഗ്നറ്റൈറ്റ്, അയണിന്റെ ഓർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നാച്ചുറൽ മാഗ്നറ്റ് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ലോഡ് സ്റ്റോൺസ്, അല്ലെങ്കിൽ ലോഡ് സ്റ്റോൺ എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് കേരള PSC ഇലക്ട്രീഷ്യൻ 2021 ചോദ്യം എടുത്ത് നോക്കാം. അപ്പോൾ ബാക്കി തന്നിരിക്കുന്ന എല്ലാം എന്താണ്? അൽനിക്കോയും നിക്കൽ അയണും അലോയ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താ? നാച്ചുറൽ ആണോ? അല്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും കറക്റ്റ് ആൻസർ ലോഡ് സ്റ്റോൺ ആണ്. ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ നാച്ചുറൽ മാഗ്നറ്റ്. എഗെയിൻ ഇതുവരെ ഈ പറയുന്ന പോലെ വളരെ മുമ്പ്, അതായത് 2015 മുമ്പാണ് ലോഡ് സ്റ്റോൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ചോദിച്ചിട്ടില്ല. പക്ഷേ ഇനി വേണമെങ്കിലും ചോദിക്കാം. ലോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റൈറ്റ്, അയണിന്റെ ഓർ ആണ്. മാഗ്നറ്റൈറ്റ് ഇസ് വൺ ഓഫ് ദി ഓക്സൈഡ്സ് ഓഫ് അയൺ. അതായത് അയൺ ഓർ ആണ് ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓർത്തിരിക്കുമല്ലോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ കാന്തിക മണ്ഡലം എന്ന് പറഞ്ഞു അല്ലെ. എന്താണ് മാഗ്നറ്റ് എന്ന് പറഞ്ഞത്? മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റും ഒരു കാന്തിക മണ്ഡലം, അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനാണോ അതിന്റെ ചുറ്റും ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കുവാൻ കഴിവുള്ളത് അവരെ നമ്മൾ കാന്തം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ കാന്തിക മണ്ഡലം? അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? അതൊന്നും നമുക്ക് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. നമുക്ക് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എല്ലാവരും നമ്മൾ സ്കൂൾ തൊട്ട് തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഒരു ഫിഗർ ആണ് അല്ലെ. നോർത്ത്, സൗത്ത്, പിന്നെ കുറേ വരകൾ. എന്താണ് ഈ വരകൾ എന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഈ ഡെഫിനിഷൻ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഈ വരകളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. പക്ഷെ അത് അങ്ങനെ പറഞ്ഞാൽ പോരെ. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊന്ന് പറയാം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ദ റീജിയൻ അറൌണ്ട് ദി മാഗ്നറ്റ് വെയർ വി ക്യാൻ ഡിറ്റക്ട് ദി എഫക്ട് ഓഫ് മാഗ്നറ്റ്, അതായത് മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് മാഗ്നറ്റ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള റീജിയനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതിന് ചുറ്റുമുള്ള സ്ഥലം എവിടേക്കാണോ നമുക്ക് ആ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു കാന്തത്തിന്റെ എന്താണ്? കാന്തം അട്രാക്ട് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ ആയിരിക്കും അത് ശ്രമിക്കുക അല്ലെ. അപ്പൊ ആ ഒരു ഫോഴ്സ് ഇതിന് ചുറ്റും ഏതൊക്കെ സ്ഥലത്താണോ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്, എവിടേക്കാണോ ആ ഫോഴ്സ് ഉള്ളത്, ആ ഏരിയയാണ്, ആ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഇനി ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ദ റീജിയൻ അറൌണ്ട് ദ മാഗ്നറ്റ്. ആ മാഗ്നറ്റിന് ചുറ്റുമുള്ള റീജിയൻ എവിടെ വി ക്യാൻ ഡിറ്റക്ട് ദി എഫക്ട് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ദി മാഗ്നറ്റ്. അതായത് ഇതിന് ചുറ്റും ഈ മാഗ്നറ്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന റീജിയനെയാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞു. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത് ഇങ്ങനൊരു നമ്മൾ ഏതെങ്കിലും ഒരു കാന്തം എടുക്കുമ്പോൾ അതിന് ചുറ്റും ഈ വരകൾ നമ്മൾ കാണാറുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ. ഇലക്ട്രിസിറ്റി ആണെങ്കിലും മാഗ്നറ്റിസത്തിലാണെങ്കിലും അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ പോയി തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും അല്ലെ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ വരകൾ എന്ന് പറയുന്നത് ഇമാജിനറി ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ വരച്ച ലൈനുകളാണ്. അപ്പോൾ ഒരു ഡൗട്ട് പലരുടെയും മനസ്സിലുണ്ടാവും, എന്തിനാണ് ഇങ്ങനെ തന്നെ വരച്ചത്? വീണ്ടും 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലേക്ക് പോവാം.
അവിടുത്തെ ഫിസിക്സിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്താണ്, ഒരു പേപ്പർ എടുത്തു, സാധാരണ ഒരു പേപ്പർ എടുത്തു. ആ പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്തു, കുറേ അയൺ ഡസ്റ്റ് ഇരുമ്പിൻ്റെ പൊടി നമ്മളിങ്ങനെ വിതറി. എന്നിട്ട് പയ്യെ അതിൻ്റെ അടിയിൽ എന്ത് ചെയ്തു, ഒരു മാഗ്നറ്റ് കൊണ്ട് വെച്ചു. അപ്പോൾ എന്ത് പറ്റും, എന്താ സംഭവിച്ചത് ഓർമ്മയുണ്ടോ? അത് ഏറെക്കുറെ ഇങ്ങനെയായിരുന്നു അല്ലേ. ഒരു മാഗ്നറ്റ് വെച്ചു, ആ മാഗ്നറ്റിന് അല്ലെങ്കിൽ നമ്മളൊരു അയൺ ആ ഇരുമ്പ് പൊടിയുടെ ചുറ്റും അല്ലെങ്കിൽ അടുത്ത് നമ്മളിങ്ങനെ ഒരു മാഗ്നറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഈ രീതിയിൽ ആ അയൺ പൊടി, അതായത് നമ്മുടെ ഇരുമ്പിൻ്റെ പൊടി അറേഞ്ച് ചെയ്യുന്നുണ്ടാവും. അത് തന്നെയല്ലേ ഇത്. അതായത് നമ്മളിവിടെ എന്താ നമ്മൾ പഠിച്ചത്, നമുക്ക് നേരിട്ട് കാണാൻ പറ്റും, പക്ഷെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഇതാണ്ടോ, ഇങ്ങനെയല്ലേ, ഇത് തന്നെയാണ് ഇത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതിന് ചുറ്റുമുള്ള എഫക്റ്റിനെ നമുക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ നമ്മൾ വരച്ചെടുത്തതാണ് എന്ത്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഫ്ലക്സ് ലൈൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഒരു കാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം എന്താണ് നമുക്കറിയാം, ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ റീജിയനിലായിരിക്കും എന്ത്, ആ കാന്തത്തിന്റെ എഫക്റ്റ് ഉണ്ടാവും. ആ കാന്തത്തിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് എന്താ, അതിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഇമാജിനറി ആയിട്ട് വരച്ച ലൈനുകളാണിത്. അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്, എവിടെ നിന്നാണ് ഈ ഐഡിയ വന്നത്, ഇങ്ങനെ തന്നെ വരയ്ക്കാമെന്ന് നമുക്ക് പറഞ്ഞു തന്ന ആരാ? ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെയാണ് ഇതിന്റെ ലൈൻസ് പോയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇതിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇത് വരയ്ക്കണമെങ്കിൽ നമുക്ക് അറിയണം. കാരണം നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ മാഗ്നറ്റിക് ലൈൻസിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ? ഇല്ല. അപ്പൊ ഈ ലൈൻസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് നമുക്ക് പറയാം. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാം. ഈ ലൈൻസ് ക്ലിയർ ആണോ? അപ്പോൾ ഒന്നും കൂടി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ദ റീജിയൻ അറൌണ്ട് ദി മാഗ്നറ്റ് where we can detect the effect of magnet. ഈ മാഗ്നറ്റിന്റെ എഫക്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് എന്ത്, ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ഇമ്പോർട്ടന്റ് ടേമും കൂടി നമുക്ക് നോക്കിയാലോ. നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ മാഗ്നറ്റിക് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് നമുക്ക് നോക്കണ്ടേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് നമ്മൾ അടുത്തേക്ക് പോകുന്നത്. കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റെപ്രസെന്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് നമുക്ക് പറയാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയാം. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. കണ്ടോ, ഫ്ലക്സ് ലൈൻസ് എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. അപ്പോൾ ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ പറയാൻ പോകുന്ന ആദ്യത്തെ ടേം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ പറയാം. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്, അതിന്റെ യൂണിറ്റ് എന്താണ്, അതിന്റെ SI യൂണിറ്റ് എന്താണ്, അതിന്റെ CG സിസ്റ്റത്തിൽ യൂണിറ്റ് എന്താണ്, അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അടുത്ത് കുറച്ച് കൂടുതൽ മാഗ്നറ്റിസം ഉണ്ട്, കുറച്ച് ദൂരെ ആകുമ്പോൾ കുറയുന്നു, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റണം അല്ലേ. കാരണം ഇവിടെ എത്ര സ്ട്രെങ്ത് ഉണ്ട്, അവിടെ എത്ര സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര സ്ട്രെങ്ത് കുറവാണ് എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് വേറെ ടേംസും വേറെ ഡെഫിനിഷൻസ് ഒക്കെ വരണം. അതിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആദ്യം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്ന ടേം എന്താണെന്ന് നമുക്ക് നോക്കാം. മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പൊ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മാഗ്നറ്റിക് സോഴ്സ്. അതായത് ഒരു മാഗ്നറ്റിക് സോഴ്സിനാൽ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് സോഴ്സ് എന്ന് വിചാരിക്കുക. ഈ മാഗ്നറ്റിക് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയാണ്, എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ സിമ്പൽ, ഫൈ എന്ന് പറയും. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? ഡെഫിനിഷൻ സൈക്കിൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് സോഴ്സ് നമ്മളുടെ അനാലിസിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ബാർ മാഗ്നറ്റ് ആണ്. ഇതാണ് ഇവിടുത്തെ മാഗ്നറ്റിക് സോഴ്സ്. അപ്പോൾ ഈ മാഗ്നറ്റിക് സോഴ്സിനെ ഒന്നുമല്ല, ഈ ബാർ മാഗ്നറ്റിനെയാണ് മാഗ്നറ്റിക് സോഴ്സ് എന്ന് പറയുന്നത്. അതിന് ചുറ്റും ഉണ്ടാകുന്ന എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മാഗ്നറ്റിക് സോഴ്സ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്. അതായത് ഒരു മാഗ്നറ്റിക് സോഴ്സിന് ചുറ്റും എത്ര മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടെന്നുള്ളതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു മാഗ്നറ്റിക് സോഴ്സിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് സൂചിപ്പിക്കുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക്
ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു മാഗ്നറ്റിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, ആ എഫക്റ്റിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആയിട്ടോ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ആയിട്ടോ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയിട്ടൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ എത്ര ലൈൻസ് ഉണ്ട് ഇതിന് ചുറ്റും എന്നുള്ളതാണ് എന്ത് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതെല്ലാം എന്തിനാണ്? ഒരു മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിന്റെ ചുറ്റും എത്രത്തോളം ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ടേമുകളാണ് എന്ത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് produced by a magnetic source. ഇനി എന്താണ്? ഇറ്റ് ഈസ് സിംപ്ലി ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അവൈലബിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ അറൗണ്ട് എ മാഗ്നറ്റിക് സോഴ്സ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തൊരു ചോദ്യം, കൂടുതൽ നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടെങ്കിൽ, അതായത് ഒരു മാഗ്നറ്റിക് സോഴ്സിന് ചുറ്റും, അതായത് ഒരു മാഗ്നറ്റിക് സോഴ്സിന് ചുറ്റും കൂടുതൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും നമുക്കത് പറയാം? കാരണം അവിടെ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലേ. അതായത് അവിടെ അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ലൈൻസ് കൂടുതലാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? അതായത് ഇവിടെ കൂടുതൽ ലൈൻസ് ഉണ്ട്, കൂടുതൽ ലൈൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? അത് കുറെ കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കാന്തം കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറഞ്ഞുകൂടെ. അതായത് കൂടുതൽ നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടെങ്കിൽ, അതായത് ആ ലൈൻസ് ക്രൗഡഡ് ആണെങ്കിൽ, കുറെ കൂടി എന്താണ് തിങ്ങി പാർക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താണ്? കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണ്. എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്? ചോദിച്ചിട്ടുണ്ട്, ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നോക്കേ കണ്ടോ, when the magnetic lines of force are more crowded in the region of magnetic field, it indicates, എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കൂടുതൽ ലൈൻസ് ഉണ്ട്, കൂടുതൽ ലൈൻസ്, അതായത് കൂടുതൽ ലൈൻസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് പറയാം. സോ when the magnetic lines of force are more crowded in a region of magnetic field, this indicates the presence of a strong magnetic field. A strong magnetic field ആയതുകൊണ്ടാണ് കൂടുതൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെയും ഞാൻ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ലൈന് മറ്റൊരു ലൈനിനെ ടച്ച് ചെയ്യാൻ പാടില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് വഴിയെ പറയുന്നുണ്ടാവും, പക്ഷെ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ. മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മാഗ്നറ്റിക് സോഴ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം, റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? ദ SI യൂണിറ്റ്. The SI unit of magnetic flux. Magnetic flux in the SI unit എന്ന് പറയുന്നത് വെബർ ആണ്. WB എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വെബർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സിന് SI സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ള യൂണിറ്റ്. പോയിന്റ് ക്ലിയർ ആണോ? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ അടുത്തൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. എൻ്റെ ഒരു മാഗ്നറ്റ് ഉണ്ട്, നിങ്ങളുടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഏതാണ് കൂടുതൽ സ്ട്രോങ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഈ പറയുന്ന പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഞാനൊരു പേപ്പർ എടുത്തു, അതിൽ കുറേ ഇരുമ്പ് തരികൾ ഇട്ടു, എന്നിട്ട് അവിടെ മാഗ്നറ്റ് കൊണ്ടുവന്നു. അതിനനുസരിച്ച് ഇങ്ങനെ ഒരു ഇത് വരും അല്ലേ. ഇനി ഞാൻ കുറെ കൂടി നിങ്ങളും അതേ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തു, അതേ ഈ ഇരുമ്പ് തരികൾ ഇട്ടു, അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഒരു പാറ്റേൺ വരും അല്ലേ. അപ്പോൾ കൂടുതൽ ക്രൗഡഡ് ആയിട്ട്, കൂടുതൽ അടുത്തടുത്താണ് ഈ ലൈൻസ് വരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ആരുടെ മാഗ്നറ്റിലാണ്? ഇപ്പോൾ നിങ്ങളുടെ മാഗ്നറ്റിലാണ് ഈ തരികളെല്ലാം വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കുറെ കൂടി അടുത്ത് ക്രൗഡഡ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാഗ്നറ്റ് ആണ് സ്ട്രോങ് എന്ന് പറയാം അല്ലേ. പക്ഷെ നമുക്ക് ഒരു ഡെയിലി ബേസിസിൽ, അല്ലെങ്കിൽ നമ്മളുടെ അനാലിസിസിന് ഒരു തിയററ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയോ? പോരാ. അപ്പോൾ സ്ട്രെങ്ത് കാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രെങ്ത് നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഫ്ലക്സ് ലൈൻസ് മാത്രം പോരാ, ഈ എത്ര ലൈൻസ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കുറെ കൂടി ഡീറ്റെയിലിംഗ് വേണ്ടി വരും. ആ ഡീറ്റെയിലിംഗ് എന്താണ്? നമുക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്ര ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡെൻസിറ്റി കിട്ടും അല്ലേ. നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഏരിയയിൽ എത്ര ആൾക്കാരുണ്ട്, പോപ്പുലേഷൻ ഇത്രയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പോപ്പുലേഷൻ ഡെൻസിറ്റി പറയുമ്പോഴാണ് നമുക്ക് ഒരു ഏരിയയിൽ എത്ര ആൾക്കാർ തിങ്ങി പാർക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഒരു മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കി തരാൻ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് മാത്രം പോരാ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു ടേം മാത്രം പോരാ, ഫ്ലക്സിന്റെ ഡെൻസിറ്റി വേണം. അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫ്ലക്സിനോടൊപ്പം നമ്മൾ ഒരു ടേമും കൂടി ഇനി പഠിക്കാൻ പോകുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി.
വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. അതിൻ്റെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉൾപ്പെടെ കേരള PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. എല്ലാ ലെവൽ ഓഫ് എക്സാമിനും ചോദിക്കാറുണ്ട്. ഞാൻ എക്സാമ്പിൾ സഹിതം കാണിക്കുന്നുണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ് നമുക്ക് പഠിക്കേണ്ടത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ B ആണ്. ക്യാപിറ്റൽ B. ഓക്കെ, എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് ഫ്ലക്സ് മാത്രം വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ്, എത്ര മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൂടി കടന്നു പോകുന്നുണ്ട്, അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡെൻസിറ്റി കിട്ടും. അതനുസരിച്ച് നമുക്ക് ആ മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് സോഴ്സിന്റെ അല്ലെങ്കിൽ ആ കാന്തത്തിന്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നോക്കാം, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് പെർപെൻഡിക്കുലർലി ത്രൂ എ യൂണിറ്റ് ഏരിയ. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ്, ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ക്യാപിറ്റൽ B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി ഗിവൺ പോയിന്റ്. അതിലേക്ക് നമുക്ക് രണ്ടാമത് വരാം. അപ്പൊ നോക്കാം, ഞാൻ ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. നോക്കിയേ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടോ, ഇവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഉണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നുണ്ട്. അതായത് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ B ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ക്യാപിറ്റൽ B ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ക്യാപിറ്റൽ B ആണെങ്കിൽ അത് എന്തെന്ന് നമുക്ക് പറയാം? ഇറ്റ് ഈസ് ദ total flux lines passing perpendicularly through a given area അല്ലെങ്കിൽ യൂണിറ്റ് ഏരിയ നമുക്ക് പറയാം. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എടുത്തു ബൈ ഏരിയ. ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ടേം അത് എവിടെ വരികയാണെങ്കിലും എന്താണ്, നമ്മൾ ആ ഒരു ടേമിനെ ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി കിട്ടും. ഫ്ലക്സ് ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണ്? എത്ര ആൾക്കാരുണ്ടോ അത് ഡിവൈഡഡ് ബൈ അത് എത്ര ഏരിയയിലാണ് അത്രയും ആൾക്കാരുള്ളത്. അപ്പോൾ പോപ്പുലേഷൻ ബൈ ഏരിയ. ഇവിടെ നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് ബൈ ഏരിയ. ഇവിടെ നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോഴത്തേക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഏരിയയിൽ കൂടി എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നുണ്ട്, പല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ പെർപെൻഡിക്കുലർ ആയിട്ട് എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നുണ്ട്, ആ എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നുണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B, ക്യാപിറ്റൽ B എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ കൂടുതൽ ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു പെർട്ടിക്കുലർ, അപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, എൻ്റെ ഒരു മാഗ്നറ്റ് ഉണ്ട്, അവിടെ രണ്ടിലും ആ മാഗ്നറ്റിന്റെ ഫ്ലക്സ് ലൈൻസിനെ നമ്മൾ മെഷർ ചെയ്യുന്ന എന്താണ്? ഒരു സെയിം ഏരിയ വെച്ചിട്ട്, അല്ലെങ്കിൽ സെയിം ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്ര ലൈൻസ് പോകുന്നുണ്ട്. എൻ്റെ 10 ആണ്, നിങ്ങളുടെ 20 ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ അതായത് ഡബിൾ സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ 2 times സ്ട്രോങ്ങർ ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? total number of magnetic lines of force passing perpendicularly through a unit area. It is given by phi by A. Phi എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഫൈയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണെന്ന് നമ്മൾ പറഞ്ഞു. SI യൂണിറ്റ് വെബർ ആണെന്ന് പറഞ്ഞു. ഏരിയയുടെ യൂണിറ്റ് SI യൂണിറ്റിൽ എന്താണ്? മീറ്റർ ആണ് അല്ലെ. അപ്പൊ ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. SI യൂണിറ്റ് എന്ന ലെന്തിന്റെ എന്താണ്? മീറ്റർ ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ B എന്ന് പറയുന്ന ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. വെബർ പെർ മീറ്റർ സ്ക്വയർ, ഇത് SI യൂണിറ്റ് ആണ്. ഈ വെബർ പെർ മീറ്റർ സ്ക്വയറിനെ തന്നെ നമ്മൾ എന്തെന്നും പറയാറുണ്ട്? ടെസ്ല എന്നും പറയാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ വരാം. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? ഇറ്റ് ഈസ് ദ ഫ്ലക്സ് ബൈ, അതായത് ഫ്ലക്സ് ലൈൻസ്, എത്ര ഫ്ലക്സ് ലൈൻസ് ഉണ്ട് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നോക്കുക, ഇറ്റ് മെഷേഴ്സ് ദി സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. അതിലേക്ക് നമുക്ക് വീണ്ടും വരാം. അപ്പൊ നോക്കാം, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ബൈ ഏരിയ ആണ്. ദാറ്റ് ഇസ് B is equal to phi by A ആണ്. ദി യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ടെസ്ല. ഞാൻ പറഞ്ഞു. അപ്പൊ 1 ടെസ്ല എന്ന് പറഞ്ഞാൽ എന്താണ്? 1 വെബർ പെർ. അത് ഞാൻ പറഞ്ഞു എങ്ങനെയാണത് വന്നത്? കാരണം നമ്മുടെ ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഇവിടെ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണ്. ഇവിടെ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ വെബർ പെർ മീറ്റർ സ്ക്വയർ. 1 ടെസ്ല ഈക്വൽ ടു 1 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിട്ട് കളയരുത്, തെറ്റിക്കരുത്. കാരണം ഇതൊക്കെ ഇപ്പൊ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി എത്ര നാൾ കഴിഞ്ഞാലും നമ്മൾ മറക്കില്ല. കാരണം നമുക്കറിയാം ലെന്തിന്റെ യൂണിറ്റ് SI യൂണിറ്റ് മീറ്റർ ആണ്. അതേപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഒരാൾ, അത് IT ആയിക്കോട്ടെ, ഡിപ്ലോമ ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ത്? ഒരു
അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ നമുക്ക് കാണിച്ചു തരുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. ഒരു ടെസ്ല എന്ന് പറഞ്ഞാൽ 1 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ ആണോ? അപ്പോൾ അത് ഈ രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു യൂണിറ്റിൽ കൂടി, ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നു. ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കാരണം 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? കാരണം ഓരോരുത്തർ ഓരോ മീറ്റർ എടുത്തൊരു കാര്യം, ഓരോ ഏരിയ എടുത്തൊരു കാര്യമുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് 1 മീറ്റർ സ്ക്വയറിൽ കൂടി പെർപെൻഡിക്കുലർ ആയിട്ട് എത്ര ലൈൻസ് പോകുന്നുണ്ടോ അതാണ് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അല്ലെങ്കിൽ ക്യാപിറ്റൽ B എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി അടുത്തൊരു ടേം, ഇറ്റ് മെഷേഴ്സ് ദി സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സ്ട്രെങ്ത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. ഇനി ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നോക്കുക, ഇറ്റ് മെഷേഴ്സ് ദി സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി ഗിവൺ പോയിന്റ്. ഇനി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. നമുക്ക് ഒന്നുകിൽ ക്യാപിറ്റൽ B ആയിട്ട് പറയാം, അല്ലെങ്കിൽ B ഇട്ടിട്ട് മുകളിൽ ഒരു ആരോ വെക്കാം. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു ക്വാണ്ടിറ്റിക്കാണോ അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, അതിൻ്റെ ഒരു ദിശയും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി നമുക്ക് ഇത് തരുന്ന, അതായത് അതിന്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നത്? ഒന്നുമില്ല, നിങ്ങൾ നോക്കുക. എനിക്ക് ഈ ഒരു ഓരോ പോയിന്റിലും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന്റെ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് ഓരോ പോയിന്റിലും ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക? നമ്മൾ ആ ഒരു പോയിന്റിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഒരു ടാൻജന്റ് വരച്ചാൽ മതി. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണക്കിൽ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പർശരേഖ. അപ്പോൾ ഒരു പോയിന്റ് വെച്ചിട്ട് ആ ഒരു പോയിന്റ്, ഇപ്പൊ ഈ ഒരു പോയിന്റിലെ എനിക്ക് അവിടുത്തെ ഡയറക്ഷൻ, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയറക്ഷൻ വേണമെങ്കിൽ അവിടെ ഒരു ടാൻജന്റ് വരച്ചു കൊടുത്താൽ, സ്പർശരേഖ വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ വരയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? അതായത് ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടും. കാരണം ഓരോ പോയിന്റിലും ഓരോ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തും കിട്ടും. ആ പോയിന്റിൽ നമുക്ക് അവിടെ ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഡയറക്ഷനും കിട്ടും, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും കിട്ടും. അപ്പോൾ ഒരു ടാൻജന്റ് വരയ്ക്കുമ്പോഴാണ് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിലെ ഏതൊരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചാൽ മാത്രം മതിയാകും. പോയിന്റ് ക്ലിയർ ആണ്? ഞാൻ അത് കാണിക്കുന്നുണ്ട്. നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. അതായത് B എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഡയറക്ഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നോക്കിയേ, കണ്ടോ? Tangent at each point of the magnetic field gives the direction of magnetic field at that particular point. അപ്പോൾ ഈ ഒരു പോയിന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് എനിക്ക് വേണ്ടെങ്കിൽ ആ പോയിന്റിൽ നിങ്ങളൊരു സ്പർശരേഖ വരയ്ക്കുക, അതായത് ഒരു ടാൻജന്റ് വരയ്ക്കുക. ആ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടും. ഓരോ പോയിന്റിലും ഓരോ ഡയറക്ഷൻ ആയിരിക്കും. ഓരോ പോയിന്റിലും ടാൻജന്റ് വരച്ചാൽ ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടും. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. ഇനി അപ്പൊ ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ 2 ടേംസ് പഠിച്ചു. മാഗ്നറ്റിക് ഫ്ലക്സും പഠിച്ചു, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും പഠിച്ചു, അല്ലെ? അപ്പോൾ ഇനി ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് നോക്കണ്ടേ. അതായത് നമ്മളിപ്പോൾ യൂണിറ്റ് പറഞ്ഞു. അപ്പോൾ ഈ യൂണിറ്റ്, ഞാൻ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താ പറഞ്ഞത്? വെബർ. SI യൂണിറ്റ് വെബർ ആണെന്ന് പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ B ആണ്, ക്യാപിറ്റൽ B. അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. കാരണം ഫ്ലക്സ് ബൈ ഏരിയ ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ബൈ ഏരിയ ആണ്, വെബർ പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. അതിനല്ലാതെ തന്നെ നമുക്ക് എന്ത് പറയാം? ടെസ്ല എന്നും യൂണിറ്റ് പറയാം. അപ്പൊ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്ല ആയിട്ടും വരാറുണ്ട്, 1 വെബർ പെർ മീറ്റർ സ്ക്വയർ എന്നും വരാറുണ്ട്. അത് എന്തിന്റെ SI യൂണിറ്റ് ആണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്തൊരു കാര്യം കൂടെ നോക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, SI യൂണിറ്റ് ഓഫ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കോർ പോയിന്റ് ആണ്. കാരണം എന്തായാലും ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. കാരണം എല്ലാ PSC എക്സാംസിനും ഇതിൽ നിന്നൊരു ചോദ്യം വരാറുണ്ട്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന 2 സ്ലൈഡ് നിങ്ങൾ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഞാനിവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സസ് നമ്മൾ പറഞ്ഞ പോലെ വെബർ ആണ്. ഇനി ഒരു കാര്യം കൂടി, ഇതിന്റെ തന്നെ ഡിറൈവ്ഡ് യൂണിറ്റ് നമ്മൾ വീണ്ടും ഇലക്ട്രോ മാഗ്നറ്റിസം പഠിക്കുന്നുണ്ടാവും. വോൾട്ട് സെക്കൻഡ് എന്ന് പറയാം. അതെങ്ങനെയാണ് വന്നെന്നറിയോ? EMF എന്ന് പറയുന്നത് നമുക്കറിയാം dφ/dt ആണ്. അതായത് ചേഞ്ച് ഇൻ ഫ്ലക്സ് ബൈ ടൈം ആണ്, അല്ലേ? അപ്പോൾ ഫ്ലക്സിന്റെ യൂണിറ്റ് നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടാം? ഇത് വോൾട്ടേജ് ആണ്, ടൈം ആണ്. അപ്പോൾ വോൾട്ട് സെക്കൻഡ് അതാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഫ്ലക്സിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം. അങ്ങനെയും ചോദിക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ടാവും. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് വെബർ ആണ്. ഇനി CGS സിസ്റ്റത്തിൽ, അതായത് CGS സിസ്റ്റം, ഇവിടെ SI സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് SI സിസ്റ്റത്തിലാണെങ്കിൽ വെയിറ്റിന് നമ്മൾ കിലോഗ്രാം ആണ് ഉപയോഗിക്കുന്നത്.
ലെങ്ത്തിന് മീറ്റർ ആണ് ഉപയോഗിക്കുന്നത്, ടൈമിന് സെക്കൻഡ് ആണ്. ഇതാണ് എന്താ SI സിസ്റ്റത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി CGS സിസ്റ്റത്തിലാണെങ്കിലോ നമുക്ക് ലെങ്ത്തിന് നമ്മൾ സെന്റിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്, വെയിറ്റിന് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാസിന് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്, അതാണ് G. ടൈമിന് സെക്കൻഡ് തന്നെയാണ്. അങ്ങനത്തെ CGS സിസ്റ്റത്തിൽ നമ്മൾ ഇതേ ഫ്ലക്സിനെ നമ്മൾ ഇത് ക്വാണ്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, മാക്സിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, മാക്സ്വെൽ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ഇതിന്റെ റിലേഷൻ ഒക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ടാവും. ഇപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ പോകണം, അടുത്ത സ്ലൈഡിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെബർ, WB ആണ്. അതിന്റെ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വോൾട്ട് സെക്കൻഡ് എന്ന് പറയാം. ഓർത്ത് വെക്കുക, ഞാൻ പറഞ്ഞു നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ അത് വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ടാവും. അഗെയിൻ IT ലെവൽ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും ഏതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും നമ്മൾ അത് അറിഞ്ഞിരിക്കണം. അത് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അത് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ പഠിക്കാം. ഇനി അടുത്തൊരു കാര്യം, CGS സിസ്റ്റത്തിൽ ഇതേ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് മാക്സ്വെൽ ആണ്. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ M സ്മോൾ x ആയിട്ടാണ്. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് യൂഷ്വലി മെഷേർഡ് വിത്ത് എ ഫ്ലക്സ് മീറ്റർ. ഒരു ഫ്ലക്സ് മീറ്റർ വെച്ചിട്ടാണ് എന്ത് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് പഠിക്കാൻ എളുപ്പമല്ലേ, ഫ്ലക്സ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫ്ലക്സ് മീറ്റർ ആണ്. ആ ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ വീണ്ടും വീണ്ടും പലതവണയായിട്ട് ചോദിച്ച് കാണാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ഒരിക്കൽ ചോദിച്ചുകൊണ്ട് വീണ്ടും ചോദിക്കില്ല എന്നില്ല, റിപ്പീറ്റഡ് ആയിട്ട് ഈ 2021 ശേഷം തന്നെ പല ആവർത്തി ചോദിച്ചിട്ടുണ്ടാവുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ തന്നെ നമുക്ക് EMFന്റെ ഇക്വേഷൻ ഉണ്ട്. എന്താണ് dφ/dt അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ബൈ ടൈം ആണ്. അങ്ങനെയാണ് നമുക്ക് വോൾട്ട് സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് വന്നത്. ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ടാവും. അത് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കുന്നുണ്ടാവും. വളരെ സിമ്പിൾ ആണ് അതൊക്കെ. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് കഴിഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഞാൻ പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ B ആണ്, അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ടാണ് ഇവിടെ മുകളിൽ ആരോ ഇട്ടേക്കുന്നത്. ഇതിനെ തന്നെ നമ്മൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും പറയാറുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഒരുപാട് ടേംസ് ഉണ്ട്. അതായത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമുക്ക് ഇതുമായി അല്ലെങ്കിൽ ബിയുമായിട്ട് തന്നെ നമ്മൾ പലപ്പോഴും മാറി വരുന്ന, അതായത് അതേ മീനിങ്ങോടുകൂടി തന്നെ വരുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റൈസിങ് ഫോഴ്സ് H എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രണ്ട് ടേംസ് ഒരേപോലെയൊക്കെ പല ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അത് എങ്ങനെ ആൻസർ ചെയ്യണമെന്നുള്ളത് ഞാൻ വഴിയെ പറയാം, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഇപ്പോൾ നിങ്ങൾ അത് ആലോചിക്കേണ്ട. പക്ഷേ തൽക്കാലം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മാത്രം ഓർത്തിരിക്കുക. മറ്റു പേരുകളുണ്ടോ അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. നമ്മൾ പറഞ്ഞു അതിന് തന്നെയാണ് നമ്മൾ ടെസ്ല എന്നും പറയാറുണ്ട്. ഇനി ഇത് SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ നമ്മൾ പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല എന്ന് പറയുന്നത്. ഇനി CGS സിസ്റ്റത്തിൽ ഇതേ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗോസ് ആണ്. GAUSS ഗോസ്. 1 ഗോസ് ഇസ് ഡിഫൈൻഡ് ആസ് 1 മാക്സ്വെൽ പെർ സെന്റിമീറ്റർ സ്ക്വയർ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു 1 ടെസ്ല എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു ടെസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 വെബർ പെർ മീറ്റർ സ്ക്വയർ ആയിരുന്നു അല്ലേ. അപ്പൊ ഇനി 1 ഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ CGS യൂണിറ്റ് ഓഫ്, അല്ലെങ്കിൽ CGS സിസ്റ്റത്തിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. 1 ഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ് 1 ഗോസ് എന്താണ് 1 മാക്സ്വെൽ. മാക്സ്വെൽ എവിടെ നിന്ന് വന്നു, വെബർ ആണ് എന്റെ SI സിസ്റ്റത്തിലെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ്. CGS സിസ്റ്റത്തിലാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മാക്സ്വെൽ ആണ്. അപ്പോൾ 1 മാക്സ്വെൽ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഞാൻ പറഞ്ഞു CGS സിസ്റ്റത്തിൽ മീറ്ററിന് പകരം സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 1 മാക്സ്വെൽ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് 1 ഗോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B is usually measured with a Gauss meter or a Tesla meter. ഇവിടെ ഫ്ലക്സ് മീറ്റർ വെച്ചാണ് മാഗ്നറ്റിക് ഫ്ലക്സ് മെഷർ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഗോസ് മീറ്റർ അല്ലെങ്കിൽ ടെസ്ല മീറ്റർ വെച്ചിട്ടാണ്. ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോർ പോയിന്റ് ആണ്. വീണ്ടും പറയുന്നു, പല ആവർത്തി എക്സാംസിന് ചോദിക്കുന്നതും ഇനിയും ചോദിക്കാൻ പോകുന്ന സാധനമാണ്. ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്, φ ആണ്. അതിന്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞു വെബർ ആണ് SI സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ മാക്സ്വെൽ ആണെന്ന് പറഞ്ഞു. 1 വെബർ എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള റിലേഷൻ 1 വെബർ എന്ന് പറഞ്ഞാൽ 10⁸ മാക്സ്വെൽ ആണ്. അതായത് തിരിച്ചെടുക്കുകയാണെങ്കിൽ 1 മാക്സ്വെൽ എന്ന് പറഞ്ഞാൽ 10⁻⁸ വെബർ ആണ്. അപ്പൊ തന്നെ അറിയാം വെബർ ആണ് എന്ത് വലിയ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അതും കൂടി ഓർത്തിരിക്കുക. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ B ആണ്, അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ല അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ അതിന്റെ വേറെ CGS സിസ്റ്റത്തിലെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗോസ് അല്ലെങ്കിൽ മാക്സ്വെൽ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ഒരു ടെസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 10,000 ഗോസ് ആണ്. 1 ടെസ്ല ഇസ് ഈക്വൽ ടു 10⁻⁴. അതായത് 10ന്റെ കൂടെ 4 0 കൂടി ഇടുമ്പോൾ 10⁻⁴ ഗോസ് ആയി.
ഓക്കെ, അതായത് 1 ടെസ്ല ഇസ് ഈക്വൽ ടു 10⁻⁴ ഗോസ്. അതായത് 1 ഗോസ് എടുക്കുകയാണെങ്കിൽ 10⁻⁻⁴ ടെസ്ല അല്ലെങ്കിൽ 0.0001 ടെസ്ലയാണ്. ഈ റിലേഷൻ അറിഞ്ഞിരിക്കുക, ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല യൂണിറ്റ് എന്താണെന്നും ചോദിക്കാറുണ്ട്. എന്തിനാണ് ഞാൻ ഇത്രയൊക്കെ പാടുപെട്ട് ഇതൊക്കെ പറഞ്ഞത്? ആവശ്യമുണ്ടോ? നോക്കുക, ചോദ്യം ചോദിച്ചിട്ടുണ്ട്, കേരള PSCക്ക് ചോദിച്ച ചോദ്യമാണ്. ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ സർഫസ് ഏരിയ ഓഫ് 2 m² ഇസ് 4 വെബർ. ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡൗട്ട് പലർക്കും ഉണ്ടാവും. IT ലെവൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, ഡിഗ്രി ലെവൽ എക്സാമിന് ഇതേ ചോദ്യം ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ എക്സാംസിനും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ 2024-ലും 2025-ലും ഉള്ള ഇലക്ട്രീഷ്യൻ എക്സാമിന് ഇതേ ടൈപ്പ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതേ ക്വസ്റ്റൻ അടുത്തതിൽ ഇട്ടിട്ടുണ്ട്. നോക്കാം. അപ്പോൾ നോക്കാം, ഇവിടെ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഇനി നമ്മൾ ഫ്ലക്സ് എന്നൊന്നും എഴുതില്ല, ഫൈ എന്ന് എഴുതും. ഫൈ എന്താണ് തന്നിരിക്കുന്നത്? ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ സർഫസ് ഓഫ് ഏരിയ 2 m². ഏരിയ തന്നിട്ടുണ്ട്, ഏരിയ എന്ന് പറയുന്നത് 2 m² ആണ്. ഈസ് 4 വെബർ. ഫ്ലക്സ് എന്ന് പറയുന്നത് 4 വെബർ ആണെന്ന് പറയുന്നുണ്ട്, 4 വെബർ ആണ്. അപ്പോൾ ഇനി എന്തായിരിക്കും ഒബ്വിയസ്ലി ചോദ്യം? ഫൈൻഡ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ബി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ബി നമുക്കറിയാം 5/A ആണ്. ഇവിടെ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ സർഫസ് ഏരിയ ഓഫ് 2 m². അതായത് 2 m² ആണ് ഇതിന്റെ ഏരിയ. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 2 m² ആണ്. ഇതിൽ കൂടി ഫ്ലക്സ് ലൈൻസ് പോകുന്നുണ്ട്. എത്ര ഫ്ലക്സ് ലൈൻസ് പോകുന്നുണ്ട്? 4 വെബർ ഫ്ലക്സ് ലൈൻസ് പോകുന്നുണ്ട്. വെബർ m², രണ്ടും എന്തിലാണ് തന്നിരിക്കുന്നത്? SI സിസ്റ്റത്തിൽ തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഡയറക്ട്ലി കൊണ്ട് എഴുതാം 4/2, 4 വെബർ/m² എന്ന് നമുക്ക് എഴുതാം. അതായത് 4/2 2 വെബർ/m². വെബർ/m² എന്ന യൂണിറ്റ് ഇല്ല, അപ്പൊ ആൻസർ ഇല്ലേ? ഉണ്ട്. എന്താണ്? വെബർ/m² തന്നെയാണ് ടെസ്ല അല്ലേ? അപ്പൊ ഇത് എന്ത് തന്നെയാണ്? 2 ടെസ്ലയാണ്. ആൻസർ സി ആണ്. കഴിഞ്ഞു. കേരള PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് എന്തുകൊണ്ടാണ് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റുന്നത്? കാണാതെ പഠിച്ചാൽ ഇത് എഴുതാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഫ്ലക്സ് എന്താണെന്ന് മനസ്സിലാക്കി, അതിന്റെ യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, ഏരിയ എന്താണ്, ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കി. കാണാതെ പഠിച്ചിട്ട് B = 5/A, B = 5/A, B = 5/A എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് പോകരുത്. മനസ്സിലാക്കി പോവാ. ചോദ്യം എങ്ങനെ വന്നാലും എഴുതാൻ പറ്റും. ഇത് മാത്രം, ഈ ക്വസ്റ്റ്യൻ മാത്രം കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത്. കാരണം ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇതും തന്നിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിൽ ഇതും തന്നിട്ടുണ്ടാവും. ഇത് കണ്ടുപിടിക്കാനായിരിക്കും പറയാം. നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ തന്നെ കാണിച്ചു അല്ലേ? നോക്കുക, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്, മാഗ്നറ്റിക് ഇത്രയും ലൈൻസ് പോകുന്നുണ്ട്. ഈ പോകുന്ന ഫ്ലക്സ് ലൈൻസ് ആണ് എന്ത്? 4 വെബർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഇത് പോകുന്ന ഈ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ ആണെന്ത്? 2 m². 4/2 ചെയ്ത് കഴിഞ്ഞാൽ 2 വെബർ/m², 2 ടെസ്ല. ആൻസർ കിട്ടി അല്ലെ? ഇനി അടുത്ത ചോദ്യം നോക്കുക. കേരള PSC സ്കിൽഡ് അസിസ്റ്റന്റ് 2025 ചോദിച്ചാണ്. IT ലെവൽ എക്സാം ആണ്. എന്താണ്? ദ കോയിൽ ഓഫ് ഏരിയ 0.02 m² is placed in a magnetic field of 0.3 Tesla perpendicular to the plane of the coil. What is the magnetic flux through the coil എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെയും ചോദ്യം എന്താണ്? ഇവിടെ ഏരിയ, കോയിൽ ഓഫ് ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ, അപ്പോൾ A എന്ന് ഞാൻ എഴുതുന്നു. ഏരിയ 0.02 m² ആണ്. അതിന് എങ്ങനെ എഴുതാൻ? എനിക്ക് 2 × 10⁻⁻² m² എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. ഞാൻ വെറുതെ എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഉണ്ടോ? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നത്. 0.3 ടെസ്ല എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.3 ടെസ്ല പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി കോയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കൊരു കോയിലുണ്ട്. ആ കോയിലിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 0.2 m² ആണ്. അത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? 0.3 ടെസ്ല ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മളത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ കോയിൽ? ഇനി നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇതാണ് എൻ്റെ കോയിൽ എന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ കോയിൽ, ഇതാണ് കോയിൽ. ഓക്കെ, ഇതാണ് ഈ കോയിൽ. ഓക്കെ, ഈ കോയിലിന്റെ ഏരിയ എന്ന് പറയുന്നത് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0.02 m². അതിനെയാണ് ഞാൻ എന്താ ചെയ്തത്? 2 × 10⁻⁻² m² എന്ന് എഴുതാം. ഇതിലൂടെ എന്താണ്? ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.2. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണുള്ളത്. ഈ B എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എന്ത്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0.3 ടെസ്ല. 0.3 ടെസ്ലയാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പം തന്നെ ഒരു കാര്യം കൂടി മനസ്സിലായി. നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നതിന് പകരമാണ് ഈ ക്വസ്റ്റ്യനിൽ കേരള PSCയിൽ അവർ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? കാരണം മാഗ്നറ്റിക് ഫീൽഡ് തന്നിരിക്കുന്നത് ടെസ്ലയിലാണ്. അപ്പോൾ എന്താണ്? അത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ B = എന്താണ്? 0.3 ടെസ്ലയാണ് തന്നിരിക്കുന്നത്.
ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. നമുക്ക് ആകെ ഒരു ഇക്വേഷൻ അറിയുള്ളൂ, എനിക്കത് മാത്രമേ ഉള്ളൂ. എന്താണ് അറിയാവുന്നത്? B is equal to 5/a. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? A തന്നിട്ടുണ്ട്, നമുക്ക് B യും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 5 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇസ് ഈക്വൽ ടു B into A എന്ന് എടുക്കുക. ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു IT ലെവൽ എക്സാമിന് നമുക്ക് ഇത് മതി. അപ്പോൾ എന്താണ്? 5 is equal to B into A ആണ്. 5 is equal to B into A എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5 is equal to B into A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് B എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 0.3 ടെസ്ല ആണ്. ടെസ്ലയിൽ തന്നെയാണ് തന്നിരിക്കുന്നത്, മീറ്ററിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇൻറ്റു എന്താണ്? 0.02 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into 2 എന്ത് വരും? 6 വരും. നമുക്ക് എത്ര ഇതുണ്ട്? ഡെസിമൽ പോയിന്റ്സ് ഉണ്ട്, 1 2 3. അപ്പോൾ 0.006. യൂണിറ്റ് എന്താണ് കുട്ടികളെ? വെബർ ആണ്. കാരണം ഇത് തന്നത് ടെസ്ല എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്, ഏരിയ തന്നിരിക്കുന്നത് മീറ്റർ സ്ക്വയറിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ടെസ്ലയും മീറ്റർ സ്ക്വയറും അത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഫ്ലക്സ് എന്തായിരിക്കും? വെബർ ആയിരിക്കും, SI യൂണിറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ 0.006 വെബർ ആണ്. വെറുതെ ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ ചെയ്താൽ മാത്രം മതി. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര സമയം വേണം നമുക്ക്? അത്രയും തന്നെ സമയം മതി നമുക്ക് കറക്റ്റ് കാര്യം അറിയാമെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട്. സോ ആൻസർ ഈസ് 0.006 വെബർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. അതായത് ഏത് IT ലെവൽ എക്സാമിന് ചോദിച്ചൊരു കണക്കാണ്. ഡിവിഷൻ അറിയാമെങ്കിൽ, അതായത് ഹരിക്കാൻ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ, ഗുണിക്കാൻ അറിയാമെങ്കിൽ 1 മാർക്ക് കയ്യിലിരിക്കും. ക്ലിയർ ആണ്? ഓക്കെ, നോക്കേ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി? കണ്ടോ, 2025 ഇലക്ട്രീഷ്യന് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്ക് തന്നെ നോക്കാം. SI യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. നമുക്കിനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മളിപ്പോൾ പഠിച്ചല്ലേ ഉള്ളൂ. എന്താ നമ്മൾ പഠിച്ചത്? പറഞ്ഞു, നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് പറഞ്ഞു, അതിന്റെ SI യൂണിറ്റ് പറഞ്ഞു. കണ്ടോ, ഇവിടെ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട് SI യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് CGS യൂണിറ്റും ചോദിക്കാം. ഫ്ലക്സ് ഡെൻസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? B ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. SI യൂണിറ്റ് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. കണ്ടോ ഇവിടെ വെബർ പെർ മീറ്റർ ഉണ്ട്. പിന്നെന്താണ് ഒരു യൂണിറ്റ് കൂടെ നമ്മൾ പറഞ്ഞത്? ടെസ്ല പറഞ്ഞു. ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ടെസ്ല കിടപ്പുണ്ട്. ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല ചോദ്യം ചോദിക്കുന്നത്. എങ്ങനെയും ചോദിക്കാം, 2 യൂണിറ്റ് പറഞ്ഞിരിക്കണം, ഇല്ലെങ്കിലും തെറ്റിപ്പോവും. കണ്ടോ, വിച്ച് ദി ഫോളോയിങ് ഈസ് ആർ യൂണിറ്റ്സ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. വെബർ പെർ മീറ്റർ സ്ക്വയർ. വെബർ പെർ മീറ്റർ സ്ക്വയർ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പൊ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിന്റെ യൂണിറ്റ് ആണ്. A കുത്തരുത്, കാരണം എന്താ? താഴെയും കൂടെ നോക്കുക. പിന്നെ മൂന്നാമത്തെ യൂണിറ്റ് എന്താ? വെബർ. മൂന്നാമത്തെ യൂണിറ്റ് എന്താ? ടെസ്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ടെസ്ലയും എന്ത് തന്നെയാണ്? ടെസ്ല എന്ന് പറയുന്നതും വെബർ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ്. അതും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ യൂണിറ്റ് തന്നെയാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് തന്നെയാണ് എന്ത്? ടെസ്ലയും വെബർ പെർ മീറ്റർ സ്ക്വയർ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നോക്കിയേ, ബോത്ത് A ആൻഡ് C. എയും ഉണ്ട്, സിയും ഉണ്ട്. അതുകൊണ്ട് ഇതാണ് ഇവിടെ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇതറിയാം അതെന്ന് വെച്ചാൽ കാര്യമില്ല. ഏതാണ് കുത്തേണ്ടത്? ഓപ്ഷൻ D ആണ് കുത്തേണ്ടത്. ബോത്ത് A ആൻഡ് C ആർ യൂണിറ്റ്സ് ഓഫ് എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പോയിന്റ് ക്ലിയർ ആണോ? അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ CGS സിസ്റ്റത്തിന്റെയും ചോദിച്ചിട്ടുണ്ട്, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം.